കത്തോലിക്ക സഭയെ സംബന്ധിച്ചൊക്കെ അഭിമാനകരമായ നിമിഷം എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ടെങ്കിൽ പക്ഷെ അങ്ങനെ ഒരു വിഭാഗത്തെ മാത്രമല്ല നമ്മൾക്ക് എല്ലാവർക്കും ഒരുപാട് പ്രത്യേകത ഉള്ള ചരിത്ര നിമിഷമാണ്. അത് എല്ലാവർക്കും അഭിമാനകരമായ കാര്യമാണ് എന്നാണ് ഇപ്പോൾ അവർ പ്രതികരിച്ചതും. ഈ മാർപ്പാപ്പ കഴിഞ്ഞാൽ തൊട്ടു താഴെയുള്ള സഭയിലെ രാജകുമാരന്മാർ എന്ന പദവിയിൽ പോലും അറിയപ്പെടുന്ന ആ ഒരു പദവിയിലേക്കാണ് അദ്ദേഹം എത്തുന്നത്. അങ്ങനെയുള്ള വലിയൊരു പ്രത്യേകതയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് എന്താണ് ഇത്രത്തോളം വലിയൊരു ചരിത്ര നിമിഷം എന്ന് പറഞ്ഞാൽ വൈദിക പദവിയിൽ നിന്ന് നേരിട്ട് കർദിനാളായി ഉയർത്തപ്പെടുന്ന ആദ്യ ഇന്ത്യക്കാരനായി മലയാളിയായി മാർ ജോർജ് ജേക്കബ് കൂവക്കാടും കർദിനാൾ തിരുസംഘത്തിൽ അംഗമാകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ചടങ്ങുകളൊക്കെ രാത്രിയോട് കൂടിയായിരിക്കും. രാത്രി 8:00 കൂടി തന്നെ ആരംഭിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് നിരവധി പേര് ഈ ഒരു സ്ഥാനാരോഹണം കാണാനായ ഒരു അഭിമാന നിമിഷത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ അവിടെ എത്തിയിട്ടുണ്ട്. സജീവ് ജോസഫ് MLA പ്രതികരണം നമ്മൾക്കൊന്ന് കേൾക്കാം. അദ്ദേഹം അവിടെ നേരിട്ട് എത്തിയിട്ടുണ്ട്. എല്ലാം പ്രിയപ്പെട്ട കൂവക്കാട്ട് അച്ഛൻ കഴിഞ്ഞ ദിവസമാണ് മെത്രാൻ ആയി ചുമതല ഏറ്റെടുത്തത്. അതിനുശേഷം ഇന്ന് കർദിനാളായി ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങ് കേരളത്തെ സംബന്ധിച്ചും ഭാരതത്തെ സംബന്ധിച്ചും ഏറ്റവും അഭിമാനകരമാണ്. സഭയെ പോലെ തന്നെ നമ്മുടെ നാടും ഈ ഒരു പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിൽ ഏറ്റവും സന്തുഷ്ടരാണ്. കൂവക്കാട്ട് പിതാവിനെ സംബന്ധിച്ച് നമ്മുടെ നാടിൻ്റെ അഭിമാനമായി ഇന്ന് മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സത്യസന്ധത, അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസം, അദ്ദേഹത്തിൻ്റെ സമർപ്പണം, അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അതെല്ലാം ഈ സ്ഥാനലബ്ധിക്ക് ഒരു നിദാനമായി എന്ന് മനസ്സിലാക്കുന്നു. മാർപ്പാപ്പയുടെ പ്രത്യേകമായ താല്പര്യപ്രകാരമാണ് അദ്ദേഹം കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് എന്ന് മനസ്സിലാക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ നയതന്ത്ര ഉദ്യോഗസ്ഥരെന്ന നിലയിൽ, നയതന്ത്ര പ്രതിനിധി എന്ന നിലയിൽ വത്തിക്കാന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ള അതിവിശിഷ്ടമായ സേവനങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് പ്രിയപ്പെട്ട പിതാവിനെ കർദിനാളായി ഉയർത്തപ്പെട്ടിരിക്കുന്നത്.